ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ കുന്തിരിക്കാൻ പോവുകയാണ്. കുറച്ച് പിശാചുക്കളെ ഓടിക്കാണ്ട്. ഇതേ പിശാചുക്കളെ ഓടിക്കാനാണ് ഏട്ടനോട് ആരാ പറഞ്ഞേ? അല്ല, നമ്മുടെ പ്രാർത്ഥനകള് ഈ പുകയോടൊപ്പം ഉയർന്നിട്ട് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിട്ടാണ്. പ്രാർത്ഥനയൊക്കെ പുകയായി പോകുന്നു. ആ പുകയുടെ കൂടെ പെട്ടെന്ന് എത്തും എന്നാണ് വിശ്വാസം. ഗൂഗിൾ ചെയ്ത് നോക്കൂ, അല്ലാതെ പിശാചിനെ ഓടിക്കാൻ. അത് ഈ കുന്തിരിക്കാൻ പോയിക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, അപ്പൊ ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ആ പ്രാർത്ഥനകള് ഈ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുകയായിട്ട് പോകും എന്നാണ് അതിന്റെ ഒരു. നമ്മൾ ഈ കുർബാനയൊക്കെ ചെയ്യുമ്പോ ആ പ്രാർത്ഥനകള് ഈ പുകയോടൊപ്പം കൂടി ചേർന്നിട്ട് ഡയറക്റ്റ് ദൈവത്തിന്റെ അടുത്തേക്ക് സ്പീഡിലെത്തും എന്നുള്ളതാണ് എന്റെ അറിവട്ട. ഇതിൽ കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ വെറുതെ ഉത്സവത്തിനൊക്കെ അമുട്ട് പൊട്ടിക്കണതൊക്കെ തന്നെയാവല്ലോ ചിലപ്പോ. അതല്ലേ ഈ കഥനവെടിയൊക്കെ പൊട്ടിക്കണ് ഈ സംഹാരത്തിനൊക്കെ ഫാസ്റ്റ് ആയിട്ട് പോകും. അത് നമുക്കറിയില്ല കേട്ടാ. നമുക്കറിയാത്ത കാര്യങ്ങളെ നമുക്ക് കുന്തിരിക്കത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പൊ കുന്തിരിക്കത്തിന്റെ ഒരു എങ്ങനെയാ അതിന്റെ ഒരു വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായില്ല എല്ലാവരും. അതല്ലേ നല്ലോണം ഊതിയിട്ട് പുക കൂട്ടണത്. പള്ളിയിലേക്ക് പോവാത്ത ആ ഒരു പള്ളിക്ക് പോവാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലാണെന്നുള്ളൊരു ഫീലിന് ഒരു സാരിയെ കൊടുത്തിട്ട് ഇവിടെ നിന്നിട്ട് ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് കുന്തിരിക്കൊക്കെ പൊച്ചിട്ട് ആ മണമൊക്കെ ആസ്വദിക്കുക. പള്ളിക്ക് പോയ പോലെ എനിക്ക് വിഷമം വരും. 2 പപ്പടം വറക്കും പറഞ്ഞ പോലെ എനിക്ക് വിഷമം വന്നിട്ട് അപ്പൊ ഞാൻ കുന്തിരിക്കെടുത്ത് അടുപ്പിലിടുന്നു. അടുപ്പല്ല, മണം പോയി. കുന്തിരിക്കത്തിന്റെ മണം കുറവാട്ടാ, കരിഞ്ഞ മണം വരുന്നത് കൂടുതൽ. പഴകിയ പ്രാർത്ഥന ചൊല്ലണം. നിൻപാലം അറിഞ്ഞൂടെ, മറന്നു. 10-18 വർഷമായില്ലേ. കുറച്ച് കുതിരിക്ക വാങ്ങാട്ടെ, മണല്ല. മുടിക്കൊക്കെ നല്ലതാ, കണ്ടിട്ടില്ലേ? എങ്ങാനും വളർന്നാലോ. ഞങ്ങൾക്ക് ഈ പള്ളി പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പൊന്നുനായിട്ട് പോയിണ്ടെങ്കിൽ കുറച്ച് നേരം പൊന്നു ഓക്കെ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് മൂപ്പര് ഡിസ്റ്റർബ്ഡ് ആകും. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോരും. അപ്പോൾ ഒരു അരമണിക്കൂർ മാക്സിമം പള്ളിയിൽ കിട്ടാറുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് പോകണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് തൽക്കാലം. ഇടയ്ക്കൊക്കെ പോകും ഞങ്ങൾ. അപ്പോൾ കുന്തിരിക്കം പോയിച്ചിട്ട് ആ വിഷമങ്ങൾ മാറ്റണം. മൊത്തം ചെറുതാക്കാം. മൊത്തം ചെറുതാക്കുക, പറ്റ വെട്ടിക്കുക. പറ്റ വിടാനില്ല. കണ്ണാടം തോർത്ത് നോപ്പയ്ക്ക് വെട്ടി വരുമ്പോ ചെറിയ കണ്ണാടി ഞാൻ പറയുന്നത് എടുത്തോന്ന് ചെറിയ കണ്ണാടി ഉണ്ട്. എടുത്താ മതി. കയ്യപ്പി നോക്കാനാ പറഞ്ഞേ. മുടിയിട്ടാ. ആ മുടി വെട്ടിക്കോ. കുറച്ചിട്ട്
വെട്ടാം. പപ്പടം മുടിയാകുമ്പോൾ കുഴപ്പമില്ല, പേടിക്കണ്ട. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് ആരുടെങ്കിലും മുടി വെട്ടി കൊടുത്തിട്ടുള്ളത്. അന്ന് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടലാണ് അവർ. അതിന് ശേഷം MT നിൽക്കുമ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഒരാളുടെ മുടി വെട്ടുന്നത്. എത്ര ആൾക്കാരെ നോക്കി കാണാൻ. കഴിഞ്ഞു ചാർജ്. കേട്ടാ മതി. ഫിലിമൊക്കെ കാണുന്നത് മതി നിൽക്കും തോന്നുന്നു കേട്ടോ. അപ്പൊ അത്യാവശ്യം ചന്തായിണ്ട്. പൊന്നു ഷെവീന, ഷെവീട്ട പൊന്നു വേണ്ട. പപ്പട ഷേവ് ചെയ്തെങ്ങണ്ട്? ആ ഞാൻ എടുത്തരാം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. സാധാരണ പപ്പ തന്നെ തന്നെയാണ് ഷേവ് ചെയ്യാറ്. പിന്നെ മുടി വെട്ടാനും പുറത്തേക്ക് പോകും. ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറിയൊരു ക്ഷീണം, കുറച്ചധികം നേരം നിൽക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.